ഇനി TP51 എന്ന് പറയുന്ന സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും ഇനി? എനിക്ക് OTT പ്ലാറ്റ്ഫോം പിന്നെ റിലീസിംഗ് ഒക്കെ ഞങ്ങൾ പ്രൊഡ്യൂസറായിട്ട് ആലോചിക്കുന്നുണ്ട്. ഒരു OTT പ്ലാറ്റ്ഫോമിലായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഞാനിത് ഇറക്കും. രക്തസാക്ഷി ആയാലും രക്തസാക്ഷിയാവേണ്ടി വന്നാലും ഇവരുടെ ഈ കള്ളത്തരം CPMൻ്റെ ഈ പൊള്ളത്തരം ഉണ്ടല്ലോ, വെറും പൊള്ളത്തരമാണ്. എമ്പുരാന് വേണ്ടി ബുദ്ധിജീവികൾ ഇങ്ങനെ ചാനൽ മുറികളിലിരുന്ന് പറയുന്ന വർത്താനങ്ങൾ, ഇവർ പറയുന്ന വർത്താനം പൊട്ടത്തരവും കള്ളത്തരവും. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല ഇവരെ ഒരു തരത്തിലും. കാരണം ഇവർ എമ്പുരാനെന്ന് പറഞ്ഞ സിനിമ 300 കോടി, ഞങ്ങളത് അതിൻ്റെ നേരെ താഴെ ഏറ്റവും ലോ ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയാണ്. എന്നാലത് സിനിമയല്ലേ? ഈ ആവിഷ്കാരവാദികൾ അതും സിനിമയാണ്, ഇതും സിനിമയാണ്. TP51ൻ്റെ കാര്യത്തിൽ സിനിമയെ സിനിമയായി കാണണമെന്ന് പറയുന്ന പൊതു മാനദണ്ഡം അവർ പാലിക്കുന്നില്ല. സിനിമ അതായത് സിനിമയായിട്ട് കാണുന്ന വർത്താനം പറയും, എന്നിട്ട് രാത്രി സ്വകാര്യമായിട്ട് പോലീസർമാരെ വിളിച്ചു പറയും. ഇതതിൻ്റെ അവസ്ഥ. സിനിമയെ സിനിമയായിട്ട് കാണുക, കലയെ കലയായിട്ട് കാണുക, കലാകാരന്മാരെ വെറുതെ വിടുക.